ആവേശത്തിലാണ്. എല്ലാ മുന്നണികളും വലിയ ഒരുക്കങ്ങൾ പലയിടത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയമടക്കം ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളത് നമ്മളെയൊക്കെ കൗതുകത്തിലാക്കുന്നുണ്ട്. ഇനി എപ്പോഴാണ് അവിടെ പ്രചരണം കൊടുമ്പിരി കൊള്ളുക എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും നമ്മൾ ഇന്നുള്ളത് തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള ടെക്നോ പാർക്കിലാണ്. നമുക്കറിയാം, രാജ്യത്ത് തന്നെ IT പാർക്കുകളിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വലിയ IT പാർക്കുകളിൽ ഒന്നായ ടെക്നോ പാർക്കിലാണ് നമ്മൾ ഉള്ളത്. ടെക്നോ പാർക്കിൽ സാംസ്കാരിക കൂട്ടായ്മ പ്രഗത്വനിയിലെ അംഗങ്ങളാണ് നമുക്കൊപ്പം ഇന്ന് ചേരുന്നത്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട്, വിഷയങ്ങളുണ്ട്. എല്ലാ ദിവസവും ചർച്ചകളൊക്കെ ഉണ്ടാവുമെങ്കിലും ഇപ്പോൾ എന്താണ് നേതാക്കളോട് പറയാനുള്ളത്, അവർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. പേരെന്താണ്? വിസ്മിത, എന്താണ് ഇപ്പൊ ഒരു ഇലക്ഷൻ വരുമ്പോ ഇതുപോലെ ഞങ്ങൾ കുറെ പേര് ഇങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തേടാൻ വരും, കുറെയൊക്കെ നടപ്പിലാകും, കുറെയൊക്കെ കാണാം പിന്നെ നോക്കാന്നൊക്കെ പറഞ്ഞു പോകും. എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഇതൊരു വനിതാ വാർഡ് കൂടിയാണ് അല്ലെ, സംവരണ വാർഡ് കൂടിയാണ് നമ്മുടെ ടെക്നോ പാർക്ക് വരുന്നത്. പൊതുവെ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ സംവരണം ഉള്ളത് കൊണ്ടാണ് സ്ത്രീകൾ ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരുന്നത് എന്ന് വേണമെങ്കിൽ ഒരു നമുക്ക് പറയാൻ പറ്റും. നമ്മൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. കാരണം അവർക്ക് കുടുംബമുണ്ട്, ജോലി ആയാലും അവർ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും ജോലി സമയം ക്രമീകരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ പൊതുപ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരിക്കലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംഭവമല്ല. നമുക്കൊരു ടൈം സ്ലോട്ടിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരിക്കലും. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ചാലഞ്ച് അതായിരിക്കും. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്ന കാര്യമാണ് സെക്യൂരിറ്റി ഇഷ്യൂസ്. നമ്മളിപ്പോ സ്ത്രീകൾക്കിപ്പോ സ്ത്രീക്ക് രാത്രി സ്ത്രീക്കുള്ള സമയമല്ല, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അസമയമാണ്, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോ നമ്മുടെ സുരക്ഷ, നമ്മുടെ സമയം, ഇതൊക്കെ ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ ഒരു സ്ത്രീക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. അതൊന്നും. പിന്നെ പൊതുവേ നമ്മുടെ രാഷ്ട്രീയം എപ്പോഴും അധികാരം എപ്പോഴും ആണുങ്ങൾക്കാണ്, അതൊരു ബേസിക് സത്യമാണ്. നമ്മളിപ്പോ ഇതൊരു സ്ത്രീ പക്ഷപാതമായിട്ട് പറയുന്നതെന്നല്ല, പക്ഷെ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് അധികാരം എന്ന് പറയുന്നത് എപ്പോഴും മെൻ സെൻട്രിക് ആണ്. വീട്ടിലാണെങ്കിൽ പോലും അധികാര കേന്ദ്രം പുരുഷനാണ്. എവിടെയാണ്? എല്ലായിടത്തും അധികാര കേന്ദ്രം പുരുഷനാണ്. അത് ഒരുപക്ഷെ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹം ഉണ്ടാക്കിയ ചട്ടമാണെന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ആ ഒരു അധികാര കേന്ദ്രീകരണം സ്ത്രീകളിലേക്ക് വരുമ്പോൾ മാത്രമേ. ഇത് കണ്ട് ഇവിടെ കുറച്ചുപേരും കിട്ടും, ഞാൻ ഇടപെടുന്നത് വേറെ ഒന്നുമില്ല, അവർ മാറി നിന്ന് ഇങ്ങനെ നോക്കുകയാണ് ഇത് എന്താണ് ഈ പറയുന്നത് എന്നുള്ളത്. നമ്മൾ പുറകിലേക്ക് വന്നാൽ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കാം കേട്ടോ. അവരവിടെ മാറി നിന്നത് എന്തായി സംസാരിക്കുന്നത്, എന്തോ വലിയ കാര്യം പറയുന്നത് എന്നുള്ള രീതിയിൽ പുറകിലേക്ക് വരും പ്ലീസ് വരൂ. അധികാര കേന്ദ്രീകരണം ഇടയിൽ ഇടപെട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അധികാരം അപ്പോ സ്ത്രീകളിലേക്ക് കൂടി നമ്മൾ ഷെയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഇക്വാലിറ്റി, ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. പക്ഷേ ആ ജെൻഡർ ഇക്വാലിറ്റി ഇസ് നോട്ട് സ്ത്രീ പുരുഷൻ ചെയ്യുന്ന എല്ലാം ചെയ്യണം, പുരുഷൻ സ്ത്രീ ചെയ്യുന്ന എല്ലാം ചെയ്യണം, അതല്ല കൺസെപ്റ്റ് അതല്ല. പക്ഷെ ആ ഒരു ജെൻഡർ ഇക്വാലിറ്റി എന്താണ് എന്നത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഒരു പുരുഷനേക്കാളും കൂടുതൽ എപ്പോഴും സ്ത്രീക്കേ സാധിക്കത്തുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിന്റെ എല്ലാ ഇംബാലൻസിങ്ങുകളും ഫേസ് ചെയ്യുന്നത് പുരുഷനേക്കാളും കൂടുതൽ എപ്പോഴും സ്ത്രീയാണ്. അത് സ്ത്രീ അമ്മയായതുകൊണ്ടുള്ള പ്രിവിലേജോ അല്ലെങ്കിൽ സ്ത്രീ മറ്റേ നമ്മൾ കാണിക്കുന്ന മാതിരി പല കൈകളുണ്ട്, പല ടാസ്ക് ചെയ്യുന്ന അതുകൊണ്ടൊന്നും അല്ല. ശരിക്കും സ്ത്രീക്ക് ബേസിക്കലി ഒരു സ്ത്രീയിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള വികാരം എന്ന് പറയുന്നത് മാതൃത്വമാണ്. സോ സ്ത്രീ എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനൊരു മനുഷ്യത്വപരമായിട്ടും വൈകാരികപരമായിട്ടും ആയിരിക്കും. പ്രാക്ടിക്കൽ തിങ്കിങ് പുരുഷന് കൂടുതലാണ്, പക്ഷെ സ്ത്രീയെ സംബന്ധിച്ച് പ്രാക്ടിക്കൽ തിങ്കിങ് കം സെക്കൻഡ്. ഫസ്റ്റ് വരുന്നത് വൈകാരികമായിട്ടുള്ള മാനുഷികപരമായിട്ടുള്ള വശങ്ങളും ഒക്കെ ഒന്ന് ചിന്തിക്കും അല്ലെ. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ തീരുമാനം എടുക്കാൻ കഴിയുന്ന സ്ത്രീ തീർച്ചയായും രാഷ്ട്രീയത്തിലേക്ക് വരണം. രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സംവരണം എന്ന വേർഡ് കൊണ്ട് എപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മളൊന്നും ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരല്ല, നമ്മൾ പുറമേ നിന്ന് കാണുന്ന ആൾക്കാരാണ്. അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒന്നുകിൽ അച്ഛൻ രാഷ്ട്രീയത്തിലുള്ളത് കൊണ്ട് അച്ഛൻ മകളെ ഇറക്കുന്നു, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നും വന്ന് കോളേജ് ലൈഫിൽ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടി വന്ന സ്ത്രീ ആയതുകൊണ്ട് അവര് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നിൽക്കുന്ന മിക്കവാറും സ്ത്രീ സ്ഥാനാർത്ഥികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അത് വരുന്നത്. അതായത് സോ ദ മെയിൻ ഇമ്പാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇവരെ പിറകിൽ താങ്ങാൻ ഒരു പുരുഷനുള്ളത് കൊണ്ട് ഇവർ ഫ്രണ്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് എന്നെ പോലെ സാധാരണക്കാരായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ അല്ലാതാകണമെങ്കിൽ സംവരണമില്ലാതെയും സ്ത്രീകൾ വരുന്നൊരു കാലം നമുക്ക് ഉണ്ടാവണം.
അതിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് സംവരണം കൊടുത്തുകൊണ്ട് സ്ത്രീകളെ കൊണ്ടുവരിക. അപ്പൊ അത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് എടുക്കാം അല്ലെ? നമുക്ക് ഇനി പെട്ടെന്ന് സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ ഇവരങ്ങ് ഒറ്റപ്പെട്ടു പോകുന്ന പോലെ തോന്നും. നമുക്ക് ചോദിക്കാം, പേരെന്താണ്? ജയകൃഷ്ണൻ. ഒരുപാട് സ്ത്രീകൾ മത്സരിക്കുന്നു, യുവാക്കൾ മത്സരിക്കുന്നു. അവരെ മത്സരിപ്പിക്കാൻ വേണ്ടി ഒരു മത്സരം മുന്നണികൾക്കിടയിൽ നടക്കുന്നുണ്ട്. കാരണം വയസ്സായവരൊക്കെ മാറിയിട്ട് ചെറുപ്പക്കാർ വരുന്നു. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അല്ല, ചെറുപ്പക്കാരെ കൂടുതൽ വരണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ചെറുപ്പക്കാരുടെ ആവശ്യം. അത് തന്നെയാണ്. ഇപ്പം ഒരുപാട് മാറ്റമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പക്കാരുടെ തന്നെ ഒരു മത്സരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെന്ന് മാത്രമല്ല, ഒരുപാട് എനിക്കൊന്ന് 4-5 ടെക്കീസ് തന്നെ മത്സരിക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് ഈ പഴയ ഒരു രീതിയിൽ നിന്നൊക്കെ മാറി പുതിയ പുതിയ എക്സ്പീരിയൻസ് ആവശ്യമാണ്. എന്നിരുന്നാൽ കൂടി ഈ യുവാക്കളുടെ മനസ്സുകൂടെ അറിയുന്ന കുറച്ച് ആൾക്കാർ വരുന്നത് ഇല്ല. ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പം സ്കൂൾ തലം മുതലേ രാഷ്ട്രീയം എന്താണെന്ന് അറിയാനുള്ള ആൾക്കാർ, അതെ, സംഘടനാ പ്രവർത്തനം വഴി വരുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് മത്സരിക്കുന്നത്. അങ്ങനെ പുതിയ ഒരാളിനെ കൊണ്ടുവന്ന് നിർത്തിയതായിട്ട് ഒരിടത്തും കണ്ടിട്ടില്ല. യുവാക്കളെല്ലാം ഏകദേശം രാഷ്ട്രീയം എന്താണെന്ന് അറിയാവുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. യങ്സ്റ്റേഴ്സിനെ കുറിച്ച് മാത്രം പറഞ്ഞു, സ്ത്രീകളെ കുറിച്ച് പറയും. അതെ, സ്ത്രീകൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നോക്കുന്ന പല അതെ, ഈ സംവരണവും സ്ത്രീകളും പറയുമ്പോൾ പലയിടത്തും ആളെ കിട്ടാത്ത അവസ്ഥ വരെ വന്നിട്ടുണ്ട്. ഇത് പല സ്ഥലങ്ങളിലും പല വാർഡ് തലങ്ങളിലും ഈ പറയുന്ന സംവരണം വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതെ അതെ. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാരൊക്കെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥ പലയിടത്തും ഇങ്ങനെ കാണുന്നുണ്ട്. ശരി ശരി. അപ്പൊ നമുക്ക് അവിടെ ബാക്കി സ്ത്രീകളോടും കൂടി ചോദിക്കാം. ഹലോ മാഗി, എനിക്കറിയാം പേര്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. എങ്ങനെ തെരഞ്ഞെടുപ്പിൽ നമുക്കിവിടെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഡെയിലി ചർച്ച ചെയ്യല്ലോ. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പൊളിറ്റിക്സ് ചർച്ച ചെയ്യാറുണ്ട്. അപ്പം തെരുവ് നായ ശല്യം മുതൽ അങ്ങേ അറ്റത്തെ ഏത് വിഷയമാണോ, ഗതാഗതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. എങ്കിലും ഇപ്പൊ റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന വിഷയം എന്താണ് നിങ്ങളുടെ ഇടയിൽ? സംസാര വിഷയം ഒന്ന് ഞങ്ങളുടെ ഈ ചില സ്ഥലത്തെ റോഡുകള്, സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും വർക്കിംഗ് അല്ല. ഇപ്പൊ ഈ അടുത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ അങ്ങനെയൊക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഇടപെടാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ പുതിയതായി വരുന്ന ഭരണാധികാരികൾ ശ്രദ്ധിക്കും. ഞങ്ങൾ കുറെ കാലമായി പറയുന്ന ഒരു കാര്യമാണ് ടെക്കികള്. നമുക്കൊരു ഹോസ്റ്റല് കോർപ്പറേഷന്റെ ഇതിലുള്ള ഒരു വനിതാ ഹോസ്റ്റൽ, ഒരു മാതൃകാ ഹോസ്റ്റൽ ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഒരു വനിതകൾക്ക് വേണ്ടി ഒരു ഹോസ്റ്റൽ ചെയ്യാവുന്നതാണ്. കഴക്കൂട്ടത്ത് പുതിയ ഷീലോഡ്ജ് തുടങ്ങി എല്ലാവരും അറിഞ്ഞാണോ? അതുപോലെ നഗരസഭയ്ക്ക് ഒരു വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ ചെയ്യാവുന്നതാണ്. അത് വലിയ ഉപകാരമായിരിക്കും. സാമ്പത്തികവും സുരക്ഷിതവുമായ അതൊരു മോഡൽ, ഒരു മാതൃക. അതെ അതെ, അങ്ങനെ ഒരു ഹോസ്റ്റൽ ചെയ്യാം. അത് മുൻപ് തന്നെ പ്രതിദിന വിമൻസ് ഫോറം അത് അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് മുൻ മേയർമാർക്കൊക്കെ. അപ്പൊ അത് ഇനിയും നമ്മളത് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇപ്പൊ കിൻഫ്ര സൈഡിലൊക്കെ ആണെങ്കിൽ, കിൻഫ്രയും ഒരു IT പാർക്കാണല്ലോ. അപ്പൊ ആ ഭാഗത്ത് അതുപോലെ ഫേസ് 4 അതിപ്പോ പുതിയ പാർക്കാണ്. അവിടെ ഒക്കെ ഭയങ്കരമായിട്ട് റോഡിന്റെ പ്രശ്നം, ഗതാഗത യോഗ്യമല്ല, വളരെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡാണ്. അപ്പൊ അതൊക്കെ കുറച്ചുകൂടെ നന്നാക്കിയാൽ ഞങ്ങൾക്ക് നമ്മൾ ഈ സമയബന്ധിതമായി യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ 10 മണിക്കൊരു മീറ്റിങ്ങിന് എത്തണമെങ്കിൽ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് എത്താമെന്ന് പറയുന്ന ദൂരം ഈ ഗട്ടറൊക്കെ ചാടി കടന്ന് എത്തുമ്പോൾ കുറെ നേരം. അപ്പൊ നമ്മൾ കുറെ നേരം കൂടെ മുൻപേ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. പിന്നെ തിരുവനായ ശല്യം പണ്ടത്തെ അത്രയും ഉണ്ട്, പണ്ടത്തെ ഇല്ല. മുമ്പ് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഉണ്ടെങ്കിലും അത് കുറച്ചുകൂടെ അതും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്താലും. എനിക്ക് കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ വരുന്നുണ്ടായിരുന്നു. ഒരു നായ കറങ്ങി നടക്കുന്നുണ്ട്, സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു. പേ പിടിച്ച നായ അല്ലെ? പിടിച്ചോണ്ട് പോയി. സേഫ് ആണ് നമ്മൾ. അപ്പൊ ബാക്കിയുള്ളവരോടും കൂടി നമുക്ക് സംസാരിക്കാം. എന്താണ് ഒതുങ്ങി ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്? പേരെന്താണ്? ഐശ്വര്യ. ഐശ്വര്യയുടെ നാട് എവിടെയാ? ട്രിവാൻഡ്രംകാരിയാണ്. അപ്പൊ പറയാം, എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ? ഈ സ്ത്രീകൾ വരുന്നതിനെ കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? മത്സരിക്കാൻ ചാൻസ് കിട്ടിയാൽ മത്സരിക്കോ? കന്നിവോട്ടാണോ? ആണ്. ഏതാണ് വാർഡ്? ഏതാണ്? തുത്തുമൂല. ആ, അവിടെ വനിതാ വാർഡാണ്, സംവരണ വാർഡാണോ? അല്ല അല്ല. ആ ശരി. അപ്പൊ ആദ്യത്തെ വോട്ട് ചെയ്യാൻ പോവാണ്. ആർക്കാണ് വോട്ടെന്ന് ചോദിക്കുന്നില്ല, പക്ഷെ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നവർക്കായിരിക്കും വോട്ട്? എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. നമുക്ക് പൊളിറ്റിക്സിനെ കുറിച്ച് വലിയ ധാരണയില്ല. എങ്കിലും ഏറ്റവും ആവശ്യമാണ് എന്ന് തോന്നുന്ന എന്തിനെ കുറിച്ചായിരിക്കും? എന്തൊക്കെയായിരിക്കും? ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകളുടെ സുരക്ഷിതത്വം, അതുപോലെ ഇപ്പം ടെക്നോ പാർക്കിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ നമുക്ക് കുറച്ചു നാളായിട്ട് ഇപ്പോ സ്വിഫ്റ്റ് ബസ്സൊക്കെ അലൗഡ് ആണ്. അതായത് ഇപ്പം
ദൂരെ നിന്ന് ഞാൻ വരുന്നത് പേരൂർക്കട ഡയറക്ഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 2 ബസ്സായിരുന്നു മുന്നേ കയറേണ്ടി വന്നിരുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ത്രൂ ബസ് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വളരെ സേഫ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. പക്ഷേ വളരെ ലിമിറ്റഡ് ആണ്. അതായത് 1 or 2 ബസ് ഇപ്പോൾ നമുക്കിപ്പോൾ 9 to 6 ആണ് ടൈം. അപ്പോൾ 5:30-ക്കൊക്കെയാണ് ആ ബസ് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പോലെ 6 കഴിഞ്ഞ മാർഗം കണ്ടുപിടിക്കേണ്ടി വരും. അതെ, അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ നിന്ന് 2 ബസ് കയറി പോകുന്ന പറയുമ്പോൾ ഒരുപാട് ലേറ്റ് ആവുന്ന സമയത്തൊക്കെ പാളയം എന്നൊക്കെ പറയുന്നിടത്ത് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ തന്നെ ഈ ഗതാഗതത്തിന്റെ കാര്യങ്ങളൊക്കെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അതിനെ കുറിച്ചൊക്കെ എപ്പോഴും സംസാരിക്കുമ്പോൾ ഇപ്പോഴും ആളുകൾ പറയുന്നത് നിങ്ങൾ സേഫ് ആണോ, നിങ്ങൾ ഓക്കെ ആണ്, രാത്രി പെണ്ണുങ്ങളെ ഇറങ്ങി നടക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. അത് 100% സേഫ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മള് പല അനുഭവങ്ങൾ അങ്ങനെ ഭയങ്കര വളരെ മോശമായിട്ടൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഒരു അതെ ഒറ്റയ്ക്കാവുമ്പോ എന്തായാലും ഒരു ആശങ്ക മനസ്സിലുണ്ടാവും. അത് ഇപ്പൊ നമ്മുടെ വീട്ടുകാർക്കാണെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ്. എന്റെ അമ്മ എപ്പോഴും എന്നെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് എനിക്ക് എത്താറായോ, എവിടെ എത്തി എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണ്? അവർക്ക് തന്നെ ഒരു പേടി ഉള്ളതുകൊണ്ടല്ലേ, നമ്മളിവിടെ സേഫ് അല്ല എന്നുള്ളൊരു പേടി കൊണ്ടാണ്. അതൊക്കെ ഒന്ന് ശരിയാക്കി തന്നാൽ വളരെ സന്തോഷം. ഈ യുവതലമുറ പൊളിറ്റിക്സിൽ നിന്ന് മാറി നിൽക്കുന്നു, അവർക്ക് ഇതൊന്നും വലിയ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാലമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം അവർ തന്നെ മത്സരിക്കാനായിട്ട് രംഗത്തേക്ക് ഇറങ്ങുന്ന സമയം. പേരെന്താണ്? ദേവികക്ക് എന്താണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്? നമ്മളെപ്പോഴും കൗൺസിലർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് വിളിക്കുമ്പോ ചേട്ടാ ഇവിടെ വെള്ളം കിട്ടുന്നില്ല ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോ നമ്മൾ എങ്ങനെയാണ് ഈ പുതിയ കുട്ടികളെയൊക്കെ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാമോ കാര്യങ്ങളൊക്കെ? പുതിയ യുവതലമുറകൾ വരട്ടെ എന്ന് തന്നെയാണ് അഭിപ്രായം. പിന്നെ വരുന്നവര് തന്നെ നല്ല രീതിയിൽ ഒരു പൊളിറ്റിക്സ് മാത്രം കണ്ടുകൊണ്ടല്ല, ഒരു ജനസേവനം എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യണം. പിന്നെ ഈ സ്ത്രീകളുടെ സുരക്ഷയുടെ ഭാഗമായിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും പറ്റുന്നത് പോലെ തന്നെ ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ശരി, അതാണ് എന്റെ അഭിപ്രായം. പേരെന്താണ്? പ്രശാന്തി. എന്താണ് ചേച്ചി ഒരു നമ്മളൊരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലുണ്ടാവുക വോട്ട് ചെയ്യുമ്പോൾ? ഈ തെരഞ്ഞെടുപ്പല്ല ആക്ച്വലി, ഇത് 2026 നിയമസഭാ ഇലക്ഷനിലുള്ള ഒരു ഫോർകാസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഈ കാൻഡിഡേറ്റ് ലിസ്റ്റ്, ഏത് പാർട്ടിയുടെ കാൻഡിഡേറ്റ് ലിസ്റ്റ് നോക്കിയാലും കൂടുതലും ന്യൂ ജനറേഷൻ ആൾക്കാരാണ്. അപ്പോൾ കഴിഞ്ഞ മേയർ വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചെറിയ കുട്ടി പല രീതിയിൽ പുള്ളിക്കാരിയെ ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് പുള്ളിക്കാരി വന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞാൽ മാലിന്യമായിരുന്നു. ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ നടക്കാൻ പറ്റില്ല, ഭയങ്കര സ്മെല്ലും ഈ ചവറെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തുകൂടി നമ്മൾ പോയി. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ വളരെ മുന്നോട്ട് പോയി. അപ്പൊ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി വരുന്നത് ട്രോള് ചെയ്തവർക്ക് ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണോ? അങ്ങനെയില്ല. ആരാണോ ഡെവലപ്മെന്റ് ചെയ്യുന്ന എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആര്യ രാജേന്ദ്രനെ ഒരു മുന്നണി നിർത്തിയപ്പോ അതുപോലെ ആ മാതൃക പിന്തുടർന്ന് ഇപ്പൊ ഒരുപാട് പേര് നിർത്തുന്നുണ്ട്. അതെ അതെ അതെ, ആര്യ രാജേന്ദ്രൻ ഒരു റോൾ മോഡൽ ആയതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അവരെ പോലെ നിർത്താൻ ഒരു ധൈര്യം വന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് അത് നിർത്തിയപ്പോ എല്ലാവരും ചോദിച്ചു അവരാരാ, കണ്ടിട്ടില്ലല്ലോ, കൊടി പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഇപ്പം എല്ലാ പാർട്ടിക്കാരും, ഇപ്പൊ ടെക്കികൾ തന്നെ ഞങ്ങളുടെ പല കമ്പനികളിൽ നിന്നുള്ള ആൾക്കാരെല്ലാം നിൽക്കുന്നുണ്ട്. അപ്പം അവരെ നിർത്താൻ ധൈര്യം വന്നത്, മറ്റു പാർട്ടിക്കാർക്ക് ധൈര്യം വന്നത് ഒബ്വിയസ്ലി ആര്യ നിന്ന് അത് തെളിയിച്ചതുകൊണ്ട് മാത്രമാണ്. തിരുവനന്തപുരംകാരല്ലാത്തവരാരാ ഉള്ളത്? തിരുവനന്തപുരംകാരല്ലാത്തവർ പേരെന്താ? എവിടെയാ വിപിന്റെ വീട്? മലപ്പുറമാണ്. തിരുവനന്തപുരത്ത് വന്നിട്ട് എത്ര വർഷമായി? തിരുവനന്തപുരത്ത് വന്നിട്ട് ഇപ്പൊ 5 വർഷമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 5 വർഷം ഇവിടെ തന്നെയാണ്. ഇപ്പൊ 1 വർഷമായിട്ട് ഇവിടെ തിരുവനന്തപുരം എങ്ങനെയുണ്ട്? ആത്മാർത്ഥമായിട്ട് പറയും. തിരുവനന്തപുരം വെച്ച് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെറുപ്പം തൊട്ടേ നമ്മൾ തിരുവനന്തപുരം എന്ന് പറയുന്നത് നമ്മുടെ തലസ്ഥാനം നഗരം, ഇങ്ങോട്ട് വരാനും ഇവിടെ കാണാനൊക്കെ നല്ല ആഗ്രഹം തന്നെയായിരുന്നു. അതെ, കൗതുകമായിരുന്നു. ഇപ്പോ ഇവിടെ വന്നപ്പോ നമ്മുടെ നാട് പോലെ തന്നെയുള്ള ഒരു ടൗൺ ആണെന്നുള്ള ഒരു ഫീല് നമുക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാല് നാട്ടും പ്രദേശങ്ങളിലാണെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ ഫീലും ഉണ്ട്. ടൗണിന്റേതായിട്ടുള്ള എല്ലാവിധ കാരണം എല്ലാം ഉണ്ട്. എല്ലാം നാട്ടിൽ നിന്ന് വന്ന നാട്ടിലെ ഫീലിംഗ്സും ഉണ്ട്. അതുപോലെ തന്നെ ടൗൺ ആണെങ്കിൽ നമുക്ക് ടൗണിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ ടൗണിന്റേതായിട്ടുള്ള പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാവരും, ഇവിടുത്തെ മനുഷ്യന്മാരെല്ലാവരും അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ളവരൊക്കെ നല്ല സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതെ, അതിൽ യാതൊരു സംശയമില്ല. അതിപ്പോ കേരളത്തിലകത്തെ എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. പരസ്പരം യാതൊരു ഉദ്ദേശമില്ലാതെ ജീവിക്കുന്ന ആളുകൾ തന്നെയാണ്. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി
നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ആളുകൾ കുറച്ചും കൂടി പ്രത്യേകിച്ച് ജനിച്ചപ്പോ തൊട്ട് തലസ്ഥാനത്ത് ജീവിക്കുന്ന ആളുകൾ കുറച്ച് അഹങ്കാരം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും ഇല്ല. സിമ്പിൾ മനുഷ്യന്മാർ തന്നെയാണ്. സ്ലാങ് ഒക്കെ എങ്ങനെയുണ്ട്? തിരുവനന്തപുരത്തിന്റെ സ്ലാങ് ഒക്കെ പെട്ടെന്ന് കിട്ടിയായിരുന്നു. എന്തെങ്കിലും കിട്ടിയോ അവിടെ? ഇവിടെ ഇല്ല, ഞാൻ അങ്ങോട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിന്റെ ഒരു പ്രശ്നം മാത്രം. ഓ ശരി, വരൂ. വടകരക്കാരൻ വരും. പേരെന്താണ്? അശ്വിൻ. അശ്വിൻ എത്ര വർഷമായി തിരുവനന്തപുരത്ത്? 10 വർഷമായി. അപ്പൊ തിരുവനന്തപുരംകാരനായി അല്ലേ? ഇവിടെ സെറ്റിൽ ആവുന്നതൊക്കെ ഉണ്ടോ? ഇല്ല. ഇവിടെ ആണോ? ഇവിടെ അല്ല, ഇല്ല. ഇഷ്ടം അവിടെ തന്നെയാണ്, വടകര തന്നെയാണ്. എന്താണ് നമ്മുടെ ഒരു രാഷ്ട്രീയമൊക്കെ എങ്ങനെയാണ്? ഉണ്ട്. ഓ, രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പറയൂ. രാഷ്ട്രീയം കേൾക്കാനാണ് ഞാൻ വന്നേക്കുന്നത്. ആ അല്ല, ഞാൻ ചോദിക്കുന്നത് അതെ, തീർച്ചയായിട്ടും. എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഒക്കെ ഏതാണെന്ന് തോന്നുന്നുണ്ട്? വികസനം. കുറച്ചുകൂടെ ആൾക്കാരുമായിട്ട് കണക്ട് ആയിരിക്കും, പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഈ ന്യൂജൻ കുട്ടികൾ വരുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പക്ഷെ എക്സ്പീരിയൻസ് മാറ്റേഴ്സ് എന്നൊക്കെ പറയൂലേ? സ്ഥാനാർത്ഥികൾ അങ്ങനെയാണ്, എല്ലാ മിക്സ് ഓഫ് പീപ്പിൾ ആണല്ലോ. ഓക്കെ, ശരി. അതാരാണ് പറഞ്ഞത് രണ്ടും വേണം? പേര് പറയും. അഖിൽ. തിരുവനന്തപുരംകാരനാണ്. നെടുമങ്ങാട് നഗരസഭയിലാണ്. ഓ ശരി ശരി. ഒരു നെടുമങ്ങാടുകാരനാണ് മേയർ ആകാനൊക്കെ ഒരുങ്ങി വരുന്നത്, ശബരിനാഥൻ. അവരുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവർ ഉയർത്തിക്കൊണ്ടുവരികയാണ്. എന്താണ് രാഷ്ട്രീയം? എങ്ങനെയാണ്? രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രബോധമുണ്ട്. ചെറുപ്പത്തിൽ മീൻസ് ഞാൻ സ്കൂൾ കാലഘട്ടം മുതൽ സംഘടനയിലൊക്കെ ഉണ്ടായിരുന്നു, പ്രവർത്തിച്ചിരുന്നു. പിന്നീട് ജോലി സംബന്ധമായിട്ട് അതിനുള്ള പ്രവർത്തിക്കാനുള്ള സമയമൊന്നുമില്ല. പിന്നെ ഇതിനകത്തുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ പ്രവർത്തിക്കുന്നത്. നമ്മളിപ്പോ പ്രതിധ്വനിയിലുണ്ട്, പ്രതിധ്വനിയുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ മുമ്പ് കാലത്ത് ഈ ടെക്കികൾ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും, ഓ ടെക്കികൾ അവർക്ക് തന്നെ രാഷ്ട്രീയമാണ്, അവർക്ക് രാവിലെ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ രാത്രി ജോലി ചെയ്യുന്നു, പകല് കിടന്നുറങ്ങുന്നു, കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നു. ഈ ഒരു ധാരണയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കുവാണെങ്കിൽ മുൻകാലത്ത് വെച്ചിട്ട് കൂടുതലും മത്സരിക്കുന്ന ചെറുപ്പക്കാരാണ്. അല്ല, കേരളം മൊത്തത്തിൽ നോക്കുവാണെങ്കിലും ചെറുപ്പക്കാർ ഒരുപാട് മത്സരിക്കുന്നുണ്ട്. അതിൽ ഒരു ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ തന്നെ നമ്മുടെ മുൻ മേയറാണ്. കാര്യം 21ാം വയസ്സിൽ ലോകം എമ്പാടും ചർച്ച ചെയ്യപ്പെട്ട ഒരു റെക്കോർഡ് വാങ്ങിയിട്ടുള്ള ഒരാളാണ്. അപ്പം അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് ചെറുപ്പക്കാരെ ഇപ്പം മത്സരിപ്പിക്കുന്നുണ്ട്. അപ്പം ചെറുപ്പക്കാരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളും കൂടെ നല്ലൊരു ഭരണം ഈ ഞാൻ ട്രിവാൻഡ്രത്താരനായതുകൊണ്ട് ഈ ട്രിവാൻഡ്രം കോർപ്പറേഷനിലായാലും നഗരസഭയിലായാലും നല്ല ഭരണം കാഴ്ചവെക്കട്ടെ. വികസനത്തിനായിരിക്കും നമ്മുടെ വോട്ട്. ഏറ്റവും മാതൃകാപരമായി ഈ വരുന്ന കുട്ടികൾക്ക് നോക്കി നിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ വരുന്ന ഒരു നേതാവ് ആരായിരിക്കും പറഞ്ഞു കൊടുക്കാൻ? ഒരുപാട് നേതാക്കന്മാർ. ഒരാളെ പറയൂ, പെട്ടെന്ന് പറയും. പെട്ടെന്ന് എനിക്ക് കേരളത്തിന്റെ CM നല്ലൊരു ലീഡറായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പിണറായി വിജയനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അവിടുത്തെ രാഷ്ട്രീയം പറയും. പേര് പറയും. അനന്തു. തിരുവനന്തപുരത്ത് എവിടെയാണ്? മണ്ണന്തലയാണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് രാഷ്ട്രീയ കാഴ്ചപ്പാട്? എങ്ങനെയാണ്? എന്തിനെയൊക്കെ കുറിച്ച് സംസാരിക്കാറുണ്ടോ? ഇല്ല, പൊളിറ്റിക്സ് ഉണ്ട്. 100% പൊളിറ്റിക്കലാണ്. നമ്മൾ വോട്ട് ചെയ്യുന്നത് പൊളിറ്റിക്കലി അങ്ങനെയാണോ? നമ്മുടെ പൊളിറ്റിക്സ് ഇല്ല, ലോക്കലി വരുമ്പോഴത്തേക്കും പ്രാദേശിക പല വികാരങ്ങളും അതാണ്. പിന്നെ നമ്മൾ പൊളിറ്റിക്സ് ഉണ്ടാവും. തീർച്ചയായിട്ടും പൊളിറ്റിക്സ് 100% സ്വാധീനിക്കുകയും ചെയ്യും. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ യൂത്ത് പൊളിറ്റിക്സിൽ വരുന്നത് തന്നെ ഈ ഇടയ്ക്കായിട്ട് കൂടുന്നുണ്ട്. കാരണം 40% ഇപ്പൊ നിൽക്കുന്ന യൂത്ത് ആണ്. ഒരു സെക്കൻഡ് ജനറേഷൻ വരാൻ ടൈമായി. അപ്പോ അതും ഭാവി കേരളത്തിനും അത് ഒരു വികസനത്തിലേക്ക് ഒരു പാത തന്നെയാണ്. കാരണം പരിചയസമ്പത്ത് മാത്രമല്ല, വിദ്യാഭ്യാസം എല്ലാം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും കഴിവ് തെളിച്ചിട്ടാണ് ഈ എല്ലാ മുന്നണികളും. പഴയ മാനദണ്ഡത്തിന് കാലം മാറണമല്ലോ. അതാണല്ലോ പൊളിറ്റിക്കലായാലും സൊസൈറ്റിയാലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലം മാറുന്നതനുസരിച്ച് നമ്മളും സ്ഥാനാർത്ഥികളെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ കൊണ്ടുവരണം. ഓക്കെ, ഇവിടെ ഒരാള് ആദ്യം വന്നാണ്, പക്ഷെ മിണ്ടാതെ നിൽക്കുകയാണ്. പേര് പറയാം. വർഗീസ്. ചേട്ടൻ തിരുവനന്തപുരത്ത് എവിടെയാണ്? തിരുവനന്തപുരത്ത് 101 വാർഡ്, 101 പള്ളിത്തുറ. ഓ ശരി ശരി ശരി. അപ്പൊ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനൊക്കെ എങ്ങനെയാണ്? പുതിയ ആൾക്കാർ വരണം, മാറ്റങ്ങൾ ഉണ്ടാവണം. സ്ത്രീകൾ വരുന്നതിനെ കുറിച്ച് എന്താണ്? സ്ത്രീകൾ വരണം, തീർച്ചയായിട്ടും സ്ത്രീകള്. അവിടെ ഇപ്പൊ വനിതാ വാർഡാണ്. അപ്പം ശരിക്കും പറഞ്ഞ എന്റെ ചേച്ചി കാൻഡിഡേറ്റ് ആണ്. ഓ അടിപൊളി. പക്ഷേ എന്റെ പ്രത്യേക ശാസ്ത്രമല്ല, പുള്ളിക്കാരത്തിന് നേരെ എതിർ പാർട്ടിയാണ്. അപ്പം അവിടെ പള്ളിത്തുറ വാർഡിൽ തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പം പുള്ളിക്കാരത്തി വേറെ പാർട്ടിയാണ്. പക്ഷെ എങ്കിലും പുതിയ ആൾക്കാർ വരണം. പക്ഷെ നമുക്ക് ഇപ്പം വീട്ടുകാരായാലും ശരി, നമുക്ക് പ്രത്യേകം നമുക്ക് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും പുള്ളിക്കാരത്തി നേരെ ഓപ്പോസിറ്റ് ആണ് മത്സരിക്കുന്നത്.
പുതിയ ആൾക്കാർ വരുന്നുണ്ട്. ആർക്ക് വോട്ട് ചെയ്യും? എനിക്ക് അതാണ് അറിയേണ്ടത്. പാർട്ടിക്ക് കൊടുക്കോ ചേച്ചിക്ക് കൊടുക്കോ? അതിപ്പോ കുടുംബത്തിൽ കയറണ്ടേ വൈകിട്ട്? അത് പറ, ആർക്കാ കൊടുക്കുന്നതെന്ന്. അത് ചേച്ചിക്ക് കുടുംബത്തിൽ കയറണം. എന്തായാലും അത് കഴിയുമ്പോ പാർട്ടി ഓഫീസിൽ പോണം. തീർച്ചയായിട്ടും അങ്ങനെ പോകേണ്ടി വരില്ലെന്നാണ് തോന്നുന്നത്. ഞാൻ എപ്പോഴും നമ്മള് സ്ത്രീകളുടെ ഒരു വലിയ കൂട്ടത്തിലെടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരിക്കും, നിങ്ങള് മുന്നിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള എല്ലാ പിന്തുണയും കിട്ടാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഉണ്ടെന്ന് പറയും. പക്ഷെ ഇവിടുന്ന് ഒരാൾ പറഞ്ഞ പോയിന്റ് വളരെ വലുത്, നമ്മളെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ട് പിന്നെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങണമെന്ന് പറയുന്നത്. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? വീട്ടിലാരാ എല്ലാം ചെയ്യുന്നത്? വീട്ടിലെല്ലാം ചെയ്യുന്നത് ഞാൻ സത്യം മാത്രം ബോധിപ്പിക്കണം. ഇത് കാണും, ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുക. ഞാനും എന്റെ ഒരേ ഒരു ഭാര്യയും കൂടെ രണ്ടുപേരും കൂടിയാണ് കേട്ടോ. ഓക്കെ, ആണല്ലോ, ഉറപ്പാണല്ലോ. ഓക്കെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ന്യൂജൻ കുട്ടികളോടാണ്. വീട്ടിൽ ആരാണ് ജോലി ചെയ്യാറ്? വീട്ടില് ജോലി ചെയ്യേണ്ടത് നമ്മളിപ്പോ പണ്ട് മുതലേ നമ്മൾ അതിലൊക്കെ പറഞ്ഞത് പണ്ട് മുതലേ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ശീലം എന്ന് പറയുന്നത് നമ്മളെ അമ്മമാര് അല്ലെങ്കിൽ അമ്മമാര് ചെയ്തു വന്നിരുന്ന അതിലും മാറ്റം വേണം. അത് മാറണം. എപ്പോഴാ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറിയോ? അതിന്റെ മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ മാറണം എന്ന് പറയുന്ന സാധനം മാറ്റി കൊടുക്കേണ്ടത് സ്ത്രീകളാണ്. അതായത് ഇപ്പോഴും എന്റെ ഭർത്താവ് ഞാൻ ഉണ്ടാക്കിയാലേ കഴിക്കുള്ളൂ, എന്റെ മകന് ഞാൻ അയൺ ചെയ്താലേ ചെയ്യത്തുള്ളൂ എന്നുള്ള അമ്മ ഭാര്യ കൺസെപ്റ്റുകൾ സ്ത്രീകൾ മാറ്റാൻ തയ്യാറായാലേ പുരുഷന്മാരത് ചെയ്യാറുണ്ട്. കുറച്ച് മാറുന്നുണ്ട്. കുഞ്ഞിനെ തുല്യ ഉത്തരവാദിത്തോടെ നോക്കി നടത്തുന്ന അദ്ദേഹത്തെ ഒന്ന് കാണിക്കുക, സൂം ചെയ്ത് ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യും. ഇദ്ദേഹം തുല്യ പ്രാധാന്യത്തോടെ. കുഞ്ഞെന്ത് ചെയ്യുന്നു? കുഞ്ഞ് ചെറിയ കുഞ്ഞാണോ? ചെറിയ കുഞ്ഞ്. രണ്ടുപേരും വർക്ക് ചെയ്യുന്നതുകൊണ്ട് വർക്ക് ചെയ്യാതെ രണ്ടുപേരും ഹെൽപ്പ്. എന്താണെന്നറിയോ, ഇവരുടെയൊക്കെ ഒരു പ്രശ്നം, നമ്മുടെ ഉണ്ട് പ്രശ്നം. പക്ഷെ നമ്മൾ മാറി താമസിക്കുമ്പോൾ നമുക്ക് പ്രശ്നം വരില്ല. നമ്മൾ കുടുംബത്താണെങ്കിലാണ് ഈ പ്രശ്നം. അല്ലേ? അതെ. പേര് അതെ. പേരെന്താണ്? തിരുവനന്തപുരം തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് വീട്ടിലെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്? സംവരണം ഉണ്ടോ അവിടെ? ഉറപ്പായിട്ടും നമ്മള് വീട്ടിൽ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു കണ്ടീഷൻഡ് ആയിട്ടൊരു കാര്യമുണ്ട്. ഓക്കെ, നമ്മുടെ പാരന്റ്സിന്റെ ആ ഒരു ടൈം മുതലേ നമ്മുടെ ഫാദറായിട്ടുള്ള ആൾ അല്ലാന്നുണ്ടെങ്കിൽ മെയിലായിട്ടുള്ള ഒരാൾ ജോലിക്ക് പോകുന്നു. ജോലി ഇല്ലാത്ത ആള് അപ്പോഴും നമ്മളെ സ്ത്രീകളുടെ ആ ഒരു രീതിയിൽപ്പെട്ട ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് ജോലി ഇല്ലാത്തതിന്റെ പേരിൽ അവരൊന്ന് വീട്ടിൽ ചെയ്യുന്നു. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഈക്വലി അവര് ജോലിക്ക് പോകുന്നുണ്ട്, അവരെല്ലാവരും സമ്പാദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടുന്ന് ആ ഒരു ചേഞ്ച് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ജനറേഷന്റെ ഒരു സ്റ്റാർട്ടിങ് മുതൽ ആ ഒരു ചേഞ്ച് വിസിബിളി അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഇനി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഓഫ് കോഴ്സ് ചില ആ ഒരു ഏരിയസിൽ കുറച്ചുകൂടെ ഒരു മാറ്റം വരേണ്ടതുണ്ട്. അവിടെയും കൂടെ കണ്ടെത്തി ആ ഒരു മാറ്റം കൂടെ ഉറപ്പായിട്ടും ഉണ്ടാവണം. മാറ്റം കൊണ്ടുവരുന്നതിലെ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് ഒരു വലിയ ഇതുണ്ട്. ഒരാളെ ഏൺ ചെയ്ത് കൊണ്ടുവരുന്നതുകൊണ്ടാണ് മറ്റേ ആളിന് ഇതെല്ലാം ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷെ അതിപ്പോ ഈ തൊഴിലെടുക്കുന്ന മാത്രമല്ല, ഇപ്പൊ നമ്മൾ കുറെ കാലം കൊണ്ട് കാണുന്നത് ഇത് ത്രിതല സംവിധാനം വന്നതിന് ശേഷം, കുടുംബശ്രീ വന്നതിന് ശേഷം സ്ത്രീകൾ പുറത്തിറങ്ങുന്നു, അവരുടെ സോഷ്യൽ ലൈഫ് മാറുന്നു, അവർക്ക് കാഴ്ചപ്പാടുണ്ട്, അവരുടെ കയ്യിൽ വരുമാനമുണ്ട്, ചെറുതെങ്കിലും തൊഴിലുറപ്പ് പദ്ധതി, മിനിമം ഗ്യാരണ്ടി മണിയുണ്ട് ഇയർലി. അപ്പൊ അവർക്ക് അഭിപ്രായം പറയാൻ, ചേഞ്ചുകൾ കൊണ്ടുവരാൻ കാശുള്ളതുകൊണ്ട് ഇതുപോലെ ഈ അരമണിക്കൂർ തീരുന്നതല്ല നമ്മുടെ വിഷയങ്ങളൊന്നും. എങ്കിലും ഈ അരമണിക്കൂറിൽ ഗംഭീരമായിട്ട് തന്നെ അവർ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു. വോട്ടോട്ടത്തിൽ ഇനി വീണ്ടും കാണാം. നമസ്കാരം.